ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം വിനയനാഥ്, പാറശാല ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പറാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഇത്തരത്തിലൊരു ലൈവ് വീഡിയോയുമായി വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം 2026-27 അധ്യയന വർഷം ആരംഭിച്ചതു മുതൽ തന്നെ നമ്മുടെ നവമാധ്യമങ്ങളിലും ദേശാഭിമാനി പത്രം, കൈരളി TV, റിപ്പോർട്ടർ TV അങ്ങനെ എണ്ണപ്പെട്ട ചില നവമാധ്യമങ്ങൾ വഴിയടക്കം ഒരു വാർത്ത ഇങ്ങനെ പടർന്നു വരികയാണ്. അത് എന്തെന്നാൽ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അനുവദിച്ചിട്ടുള്ള കൺസെഷൻ ഫീസ് 10 രൂപയായിരുന്നു. അത് 100 രൂപ കൂടെ വർദ്ധിപ്പിച്ച് 110 രൂപയായി UDF ഗവൺമെന്റ് കൂട്ടി എന്നാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ആ വാർത്ത കേട്ടിട്ട് പല സ്ഥലങ്ങളിൽ വിളിച്ച് അന്വേഷിച്ചു. നമ്മുടെ KSRTCയിലും KSRTC കമ്മീഷണറേറ്റ് ഓഫീസിലും അങ്ങനെ ഡയറക്ടറേറ്റ് ഓഫീസിലടക്കം വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെ നിന്നെല്ലാം കിട്ടിയ രേഖകൾ നോക്കി അത് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് 100 രൂപ വർദ്ധിപ്പിച്ചത് UDF ഗവൺമെന്റ് അല്ല, LDF ഗവൺമെന്റ്, അതായത് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്താണ് ഈ തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് 7-ാം മാസം 67-ാം നമ്പർ അജണ്ടയായി മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുകയും KSRTC ബസ്സിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആ ഒരു കൺസെഷൻ അതുമൂലം അവർക്ക് ഭാരിച്ച നഷ്ടമുണ്ടാകുന്നു എന്നും അതിന്റെ ഭാഗമായിട്ട് 10 രൂപ കൺസെഷന്റെ ഒപ്പം തന്നെ അത് എടുക്കാൻ വരുന്ന ആ ഫസ്റ്റ് ടൈം 100 രൂപ അധികമായിട്ട് പ്രോസസ്സിംഗ് ഫീസ് ഈടാക്കണമെന്നായിരുന്നു. അത് മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും തുടർന്ന് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. മറ്റ് ചർച്ചകളിലൊന്നും അത് കാര്യമില്ല, കാരണം പ്രതിപക്ഷത്തിന് എതിർത്തിരുന്നാൽ പോലും അവർക്ക് അത് നടപ്പിലാക്കുവാനുള്ള ആൾബലം അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരുടെയും അനുമതി കൂടാതെ തന്നെ അവരത് നടപ്പിലാക്കുകയും ചെയ്തു. എന്നാൽ അന്ന് ഉറക്കത്തിലായിരുന്ന SFI ഈ വിവരം അറിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവർ ഉറക്കമെണീക്കുന്നത് 10 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ഒരു വലിയ ബഹളവും മറ്റു സമരവും ഉണ്ടാക്കിക്കൊണ്ടാണ്. അത് അറിയാമല്ലോ, നമുക്ക് എല്ലാവരും കണ്ടതാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സെനറ്റ് തെരഞ്ഞെടുപ്പിലെ ഭാഗമായി വലിയ പ്രശ്നവും കലാപവും ഉണ്ടാക്കിക്കൊണ്ടാണ് SFI ഉണർന്നത്. ശേഷം ഈ വിഷയമാണ് രണ്ടാമത് അവർക്ക് കിട്ടിയത്. അവര് വലിയ രീതിയിൽ അതിന് പ്രൊമോഷൻ കൊടുത്തു. കേരള സർക്കാർ, VD സതീശന്റെ നേതൃത്വത്തിൽ വന്ന സർക്കാർ, മുഖ്യമന്ത്രി പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഫീസ് 10 രൂപയിൽ നിന്ന് 100 രൂപ കൂട്ടി 110 രൂപയാക്കി എന്നാണ്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങൾ എന്റെ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ഈ 100 രൂപ കൂട്ടിയത് എങ്ങനെ എന്നുള്ളത്, 10 രൂപയ്ക്ക് നമ്മൾ മുന്നേ എടുത്തുകൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥികൾ എടുത്തിരുന്നതാണ് 10 രൂപയുടെ കൺസെഷൻ. ശേഷം 2017 10 രൂപ കൺസെഷനും 100 രൂപ പ്രോസസ്സിംഗ് ഫീസുമായി 110 രൂപയായി വർദ്ധിപ്പിച്ചത് പിണറായി ഗവൺമെന്റ് ആണ്. കഴിഞ്ഞ 9 വർഷവുമായി ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത്. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, കൺസെഷൻ എടുത്ത് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ, അവർക്കറിയാം അവർ കൺസെഷൻ എടുക്കുമ്പോൾ 110 രൂപയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്നത് എന്ന്. ആ 110 രൂപയ്ക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ബൈൻഡ് പേപ്പറിലുള്ള കൺസെഷൻ ആയിരുന്നു. എന്നാൽ UDF ഗവൺമെന്റ് അതിൽ വരുത്തിയ ചെറിയൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് കാർഡ്. അതായത് നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ അവസാന കാലഘട്ടത്ത്, പിണറായി ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്ത് ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു സ്മാർട്ട് കാർഡ് ഉണ്ടായിരുന്നു. അതേ മാതൃകയിൽ കൺസെഷനും മാറ്റിയിരിക്കുന്നു. കുട്ടികൾ കൺസെഷൻ എടുക്കാൻ പോകുമ്പോൾ 10 രൂപ കൺസെഷൻ ഫീസും 100 രൂപ ആദ്യത്തെ തവണ ഒറ്റത്തവണയായി പ്രോസസ്സിംഗ് ഫീസും നൽകി ആ കാർഡ് അവർക്ക് കൈപ്പറ്റാം. ശേഷം എല്ലാ മാസവും 10 രൂപ വീതം പഴയ പോലെ തന്നെ ചാർജ് ചെയ്ത് അവർക്ക് അത് ഉപയോഗിക്കാവുന്നതുമാണ്. ഇത്രയേ മാറ്റം അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഈ കാര്യത്തിനെ വളച്ചൊടിച്ച് ഉറക്കത്തിലായിരുന്ന SFI ഞെട്ടി ഉണർന്നപ്പോൾ അവർ കണ്ടെത്തിയ കാര്യമായിരുന്നു. പിന്നെ ഇത് അവർക്ക് അത്രയും വിഭ്രാന്തി ഉണ്ടാകാൻ കാരണം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വരുന്ന ജൂൺ മാസം 15-ാം തീയതി കേരളത്തിൽ തന്നെ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുകയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ പ്രിയപ്പെട്ട നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ ഇലക്ഷൻ സമയത്ത് വന്ന് പ്രഖ്യാപിച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളുണ്ട്. ആ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒരെണ്ണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നതാണ്. അത് ആദ്യത്തെ 100 ദിവസ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യ 100 ദിവസത്തിനകത്ത് ഓർഡിനറി ബസ്സുകളിലും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളിലുമായി പരിഗണിച്ചുകൊണ്ട് നടപ്പിലാക്കുകയാണ്. അത് ഈ ജൂൺ 15-ാം തീയതി സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും തുടർന്ന് എല്ലാ മേഖലയിലും ആ ബസ് സർവീസ് ആരംഭിക്കുകയും ചെയ്യും.
അപ്പൊ ഇത് കേട്ടത് മുതൽ ഇത് നടപ്പിലാകാൻ പോകുന്നു, ഇന്ന് വരെയുള്ള ഒരു സർക്കാരിനും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഈ ഗവൺമെന്റ് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ അതിൽ തോന്നിയ വിഭ്രാന്തിയാണ് സഖാക്കന്മാരെയും സഖാക്കൾ നേതൃത്വം നൽകുന്ന ന്യൂസ് ചാനലുകളും പത്രമാധ്യമങ്ങളിലും ഇത്തരത്തിൽ കള്ളപ്രചരണം പടച്ചുവിട്ടിരിക്കുന്നത്. ഈ സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ധർമ്മം മാത്രമായിരുന്നു ഇന്ന് ഈ ലൈവ് വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇത്തരത്തിലുള്ള നുണപ്രചരണങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ പിന്നാമ്പുറമുള്ള സത്യാവസ്ഥ കൂടെ മനസ്സിലാക്കി വിശ്വസിക്കണം എന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്, കാരണം പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷമാണ്, അവർ ആഹാരം കഴിക്കുവാനും നുണകൾ പറയുവാനും മാത്രം വായ തുറക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും എടുത്തു പറയുന്നത്. വരുന്ന വാർത്തകളും പ്രചരണങ്ങളും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് മാത്രം എന്റെ പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.